നമസ്കാരം കൂട്ടാൻ, ഞാൻ പീറ്റർ ചോവള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 5/5/2025 രാവിലെ, തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇനി റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില കിലോ RSS4 198, RSS5 കിലോ 194. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS4 കിലോ 198, RSS5 194. ഇനി കേരളത്തിലെ മറ്റ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 187 രൂപ 50 പൈസയും, ലോട്ട് 177 മുതൽ 182. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ RSS4 കിലോ 190, RSS5 186, ISNL 171 50 പൈസ മുതൽ 172 50 പൈസയാണ്. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒറ്റുപാൽ 110 മുതൽ 120 രൂപയാണ്. ഇന്നത്തെ റബ്ബർ നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ശക്തമായ മഴ പെയ്തെങ്കിലും ഇപ്പോൾ മഴയില്ല, ഭയങ്കര ചൂടൊക്കെ തന്നെ. എന്നാലും ഒരു മഴക്കോളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടാപ്പ് ചെയ്യാനില്ല, തൊഴിലാളികളെ കിട്ടാൻ വലിയ ക്ഷാമം. ഇപ്പോൾ 100 മരത്തിന് 3000 മുതൽ 3500 വരെയാണ് പാട്ടത്തിന് ആൾക്കാർ എടുക്കുന്നത്. വീട്ടുകാരൊന്നും അറിയണ്ട, അവർ വെട്ടി, അവർ കറയെടുത്തു, അവർ കാടൊക്കെ എടുത്തു, പിന്നെ വളമൊക്കെ അവർ തന്നെ ചെയ്യും. ഇനി കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ 22 ക്യാരറ്റ് 1 ഗ്രാം 8755, 1 പവൻ 70,040. അതേസമയം 26 ക്യാരറ്റ് 1 ഗ്രാം 9551, 1 പവൻ 76,408. കുരുമുളക് നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് കിലോ 715, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 695, പുതിയത് കിലോ 685. ഈ തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, വെളിച്ചെണ്ണ നാടൻ മില്ലിലെ 370. കൊക്ക വില നോക്കുമ്പോൾ കൊക്ക 350, കൊപ്പറ എടുത്തപടി 175, കശുവണ്ടി 116, അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് കിലോ 360 മുതൽ 420 രൂപയാണ്. ജാതിക്ക തൊണ്ടോട് കൂടി 210 മുതൽ 260, പൈനാപ്പിൾ പഴം കിലോ 20. പൈനാപ്പിൾ കർഷകർ വളരെ നിരാശയിലാണ്. പൈനാപ്പിളിൻ്റെ പെട്ടെന്ന് വില കുറഞ്ഞത് കാരണം വളരെ നിരാശയിലാണ് അവർക്ക് ഇറക്കിയ പൈസ പോലും കിട്ടുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഇപ്പോൾ ആരെയും ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്, പ്രത്യേകിച്ച് നമ്മളുടെ അമ്മമാരെയും ഒരിക്കലും വേദനിപ്പിക്കരുത്. മറ്റൊന്ന്, പണമില്ലാത്ത ഒരാളെയും പണത്തിൻ്റെ പേരിൽ വേദനിപ്പിക്കരുത്. കപട സ്നേഹം നടിച്ച് ആരെയും നിങ്ങൾ വേദനിപ്പിക്കരുത്. മറ്റുള്ളവരുടെ രൂപത്തിൻ്റെ പേരിൽ വേദനിപ്പിക്കുക. ശരീരത്തിൻ്റെ നിറമോ മറ്റും നോക്കി, നീളമോ ഒക്കെ നോക്കി ആരെയും വേദനിപ്പിക്കരുത്. ആപത്ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിച്ചവരെ വേദനിപ്പിക്കരുത്. കൂട്ടം ചേർന്ന ഒരാളെ പരസ്യമായി കളിയാക്കരുത്. ശരിയാണ്, പബ്ലിക്കിന് മുമ്പ് വെച്ച് ഒരാളെ മാത്രമിട്ട് പരസ്യമായി വിമർശിക്കുന്നത് വളരെയേറെ തെറ്റായ പ്രവണതയാണ്. ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.